ആ മലരായി കതിരായി പനിനീർക്കണമായി കുളിരണിയും സുകൃതം മലയാളം. നമസ്കാരം. മലയാള സാഹിത്യം പഠിക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണെങ്കിൽ, വൃത്തമഞ്ജരിയുടെ കാര്യം വരുമ്പോൾ ഒരു ചെറിയ തലവേദനയുണ്ടാവാറുണ്ടല്ലേ? അതിന്റെ ആ അധ്യായങ്ങൾ ഓർഡറിൽ ഓർത്തുവെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. പക്ഷെ പേടിക്കേണ്ട, അതിനൊരു കിടിലൻ സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, വൃത്തമഞ്ജരിയിലെ ആ 8 അധ്യായങ്ങളും ഒന്നുപോലും തെറ്റാതെ ഓർഡറിൽ പറയാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടില്ല, അല്ലേ? സാരമില്ല, ആ പ്രശ്നം നിങ്ങൾക്ക് മാത്രമല്ല. കാരണം ആ പേരുകളൊക്കെ കേൾക്കാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. എന്നാൽ നമുക്ക് ഈ പ്രശ്നം ഒരുമിച്ച് വളരെ സിമ്പിളായിട്ടങ്ങ് തീർത്താലോ? അപ്പോൾ ശരി, എന്താണ് നമ്മളെ ഇത്രയും കൺഫ്യൂഷനാക്കുന്ന ആ വെല്ലുവിളിയെന്ന് നോക്കാം. നമുക്കാദ്യം ആ 8 അധ്യായങ്ങളുടെ പേരുകൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടുനോക്കാം. അപ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവൂ. ഇതാണ് ആ ലിസ്റ്റ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. പരിഭാഷാ പ്രകരണം, സമവൃത്ത പ്രകരണം, അർദ്ധസമവൃത്ത പ്രകരണം, വിഷമവൃത്ത പ്രകരണം, അങ്ങനെ പോയി ദണ്ഡക പ്രകരണം, മാത്രാവൃത്ത പ്രകരണം, ഭാഷാവൃത്ത പ്രകരണം, അവസാനം പ്രത്യയ പ്രകരണം വരെ. കണ്ടില്ലേ, എല്ലാത്തിനും അവസാനം ഒരു പ്രകരണമുണ്ട്. പേരുകൾക്കും ഒരു സാമ്യമുണ്ട്. അപ്പൊ പിന്നെ ഓർഡറിൽ ഓർത്തിരിക്കാൻ കുറച്ചെല്ലാം നല്ലോണം ബുദ്ധിമുട്ടായിരിക്കുമല്ലേ? ഈ പേരുകൾ ഓർഡറിൽ ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മലകയറ്റം പോലെ തന്നെയാണ്. പക്ഷേ ഒരു മിനിറ്റ്, ഇതെല്ലാം കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഓർക്കാൻ നമ്മുടെ കയ്യിലൊരു മാജിക് കീ ഉണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ കൊള്ളാമെന്നല്ലേ? എന്നാൽ കേട്ടോളൂ, അങ്ങനെയൊരു കീ ഉണ്ട്. അതെ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സീക്രട്ട് കോഡിനെ പറ്റിയാണ്. വെറും ഒരൊറ്റ വാചകം. എന്നാൽ ആ ഒരൊറ്റ വാചകം മാത്രം മതി ഈ 8 അധ്യായങ്ങളും ജീവിതകാലം മുഴുവൻ മറക്കാതെ ഓർമ്മയിൽ വെക്കാൻ. അപ്പോൾ റെഡിയല്ലേ ആ കോഡ് എന്താണെന്നറിയാൻ? ഇതാണ് ആ മാന്ത്രിക വാചകം. ശ്രദ്ധിച്ചു കേൾക്കണേ. പരിസരാർദ്ധസമത്തിൽ വിഷമിച്ച ദാസന് മാധവന്റെ ഭാഷാപ്രത്യയം. ഒന്നുകൂടി പറയാം. പരിസരാർദ്ധസമത്തിൽ വിഷമിച്ച ദാസന് മാധവന്റെ ഭാഷാപ്രത്യയം. ഒരു കഥ പോലെ ഓർത്തുവെക്കാവുന്നൊരു സിമ്പിൾ സെന്റൻസ് അല്ലേ? വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷെ സത്യമാണ്. വൃത്തമഞ്ജരിയിലെ 8 അധ്യായങ്ങളും ഈ ഒരൊറ്റ വരിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നമുക്ക് നോക്കാം. അപ്പൊ ശരി, ഇനി ഈ കോഡ് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം, അല്ലേ? ഈ വാചകത്തിലെ ഓരോ വാക്കും എങ്ങനെയാണ് ഓരോ അധ്യായത്തിന്റെ പേരായി മാറുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. നന്നായി ശ്രദ്ധിക്കണേ. നമ്മുടെ വാചകം തുടങ്ങുന്നത് പരിസരാർദ്ധസമത്തിൽ എന്നാണല്ലോ. അതിലെ ആദ്യത്തെ ഭാഗം പരി. അതോർമ്മിപ്പിക്കുന്നത് പരിഭാഷാ പ്രകരണത്തെയാണ്. അടുത്തത് സ. അതിൽ നിന്ന് സമവൃത്ത പ്രകരണം. പിന്നെ അർദ്ധസമ. അത് അർദ്ധസമവൃത്ത പ്രകരണം തന്നെ. അത് കഴിഞ്ഞു വരുന്ന വാക്ക് വിഷമിച്ച എന്നല്ലേ? അതിൽ നിന്ന് വിഷമവൃത്ത പ്രകരണവും കിട്ടി. എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? അപ്പോ പകുതി കഴിഞ്ഞു. ഇനി ബാക്കി നോക്കാം. അടുത്ത വാക്ക് ദാസൻ. അതില് ദാ ഓർത്താ മതി, ദണ്ഡകപ്രകരണം കിട്ടി. പിന്നെ വരുന്നത് മാധവന്റെ എന്നാണ്. അതിലെ മാ ഓർമ്മിപ്പിക്കുന്നത് മാത്രാവൃത്ത പ്രകരണത്തെയാണ്. അവസാനം വരുന്ന 2 വാക്കുകൾ ഭാഷ, പ്രത്യയം. അതതുപോലെ തന്നെയുണ്ട്. ഭാഷാവൃത്ത പ്രകരണവും പ്രത്യയ പ്രകരണവും. കഴിഞ്ഞു. 8 അധ്യായങ്ങളും ഇപ്പൊ നമ്മുടെ കയ്യിൽ ഭദ്രം. ഇപ്പൊ നിങ്ങൾക്ക് ഈ കോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇനി ഇത് ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമുക്കിതെല്ലാം കൂടി ഒന്നിച്ചൊന്ന് കണ്ടാലോ? നോക്കൂ, ഇതാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ചീറ്റ് ഷീറ്റ്. ഈ ടേബിളിൽ നോക്കിയാൽ എല്ലാം ക്ലിയർ ആവും. ഒരു സൈഡിൽ നമ്മുടെ കോഡിലെ വാക്കുകൾ, മറു സൈഡിൽ അതിന്റെ ഫുൾ ഫോം, അതായത് അധ്യായങ്ങളുടെ പേരുകൾ. പരി മുതൽ പ്രത്യയം വരെ എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഒരു സംശയം വന്നാൽ മനസ്സിലേക്ക് ഈ ഒരു ടേബിൾ കൊണ്ടുവന്നാൽ മതി. കണ്ടില്ലേ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമ്മൾ വിചാരിച്ചൊരു ലിസ്റ്റ് ഇപ്പോൾ ഒരൊറ്റ സിമ്പിൾ വാചകം കൊണ്ട് നമ്മുടെ ഓർമ്മയിൽ അങ്ങ് പതിഞ്ഞു. ഇനിയിപ്പോൾ പരീക്ഷയ്ക്കായാലും എന്തിനായാലും ആര് ചോദിച്ചാലും നല്ല കോൺഫിഡൻസോടെ ഈ 8 അധ്യായങ്ങളും ഓർഡറിൽ പറയാൻ പറ്റും. അത് ഗ്യാരണ്ടി. അപ്പോൾ നമ്മളിന്ന് വെറുമൊരു കോഡ് മാത്രമല്ല പഠിച്ചതല്ലേ? എങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ എളുപ്പത്തിൽ ഓർക്കാം എന്നുള്ളൊരു പുതിയ വഴി കൂടിയാണ് നമ്മൾ കണ്ടത്.
അപ്പോ എന്റെ ഒരു ചോദ്യം ഇതാണ്, മലയാള സാഹിത്യത്തിൽ ഇതുപോലെ ഓർത്തിരിക്കാൻ പാടുള്ള വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? എന്തിനൊക്കെയാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള എളുപ്പ വഴികൾ വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണം കേട്ടോ. നമസ്കാരം. മലയാള സാഹിത്യം പഠിക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണെങ്കിൽ, വൃത്തമഞ്ജരിയുടെ കാര്യം വരുമ്പോൾ ഒരു ചെറിയ തലവേദനയുണ്ടാവാറുണ്ടല്ലേ? അതിന്റെ ആ അധ്യായങ്ങൾ ഓർഡറിൽ ഓർത്തുവെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. പക്ഷെ പേടിക്കേണ്ട, അതിനൊരു കിടിലൻ സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, വൃത്തമഞ്ജരിയിലെ ആ 8 അധ്യായങ്ങളും ഒന്നുപോലും തെറ്റാതെ ഓർഡറിൽ പറയാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടില്ല, അല്ലേ? സാരമില്ല, ആ പ്രശ്നം നിങ്ങൾക്ക് മാത്രമല്ല. കാരണം ആ പേരുകളൊക്കെ കേൾക്കാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. എന്നാൽ നമുക്ക് ഈ പ്രശ്നം ഒരുമിച്ച് വളരെ സിമ്പിളായിട്ടങ്ങ് തീർത്താലോ? അപ്പോൾ ശരി, എന്താണ് നമ്മളെ ഇത്രയും കൺഫ്യൂഷൻ ആക്കുന്ന ആ വെല്ലുവിളിയെന്ന് നോക്കാം. നമുക്ക് ആദ്യം ആ 8 അധ്യായങ്ങളുടെ പേരുകൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവൂ. ഇതാണ് ആ ലിസ്റ്റ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. പരിഭാഷാ പ്രകരണം, സമവൃത്ത പ്രകരണം, അർദ്ധസമവൃത്ത പ്രകരണം, വിഷമവൃത്ത പ്രകരണം, അങ്ങനെ പോയി ദണ്ഡക പ്രകരണം, മാത്രാവൃത്ത പ്രകരണം, ഭാഷാവൃത്ത പ്രകരണം, അവസാനം പ്രത്യയ പ്രകരണം വരെ. കണ്ടില്ലേ, എല്ലാത്തിനും അവസാനം ഒരു പ്രകരണമുണ്ട്. പേരുകൾക്കും ഒരു സാമ്യമുണ്ട്. അപ്പൊ പിന്നെ ഓർഡറിൽ ഓർത്തിരിക്കാൻ കുറച്ചെല്ലാം നല്ലോണം ബുദ്ധിമുട്ടായിരിക്കുമല്ലേ? ഈ പേരുകൾ ഓർഡറിൽ ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മലകയറ്റം പോലെ തന്നെയാണ്. പക്ഷേ ഒരു മിനിറ്റ്, ഇതെല്ലാം കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഓർക്കാൻ നമ്മുടെ കയ്യിലൊരു മാജിക് കീ ഉണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ കൊള്ളാമെന്നല്ലേ? എന്നാൽ കേട്ടോളൂ, അങ്ങനെയൊരു കീ ഉണ്ട്. അതെ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സീക്രട്ട് കോഡിനെ പറ്റിയാണ്. വെറും ഒരൊറ്റ വാചകം. എന്നാൽ ആ ഒരൊറ്റ വാചകം മാത്രം മതി ഈ 8 അധ്യായങ്ങളും ജീവിതകാലം മുഴുവൻ മറക്കാതെ ഓർമ്മയിൽ വെക്കാൻ. അപ്പോൾ റെഡിയല്ലേ ആ കോഡ് എന്താണെന്നറിയാൻ? ഇതാണ് ആ മാന്ത്രിക വാചകം. ശ്രദ്ധിച്ചു കേൾക്കണേ. പരിസരാർദ്ധസമത്തിൽ വിഷമിച്ച ദാസന് മാധവന്റെ ഭാഷാപ്രത്യയം. ഒന്നുകൂടി പറയാം. പരിസരാർദ്ധസമത്തിൽ വിഷമിച്ച ദാസന് മാധവന്റെ ഭാഷാപ്രത്യയം. ഒരു കഥ പോലെ ഓർത്തുവെക്കാവുന്നൊരു സിമ്പിൾ സെന്റൻസ് അല്ലേ? വിശ്വസിക്കാൻ കുറച്ച്